പറഞ്ഞല്ലേ വരാൻ. നീ ഇവിടെ ഇരുന്നാ നീ കേട്ടോ. ഈ കൊക്കറച്ചി അത്ര ടേസ്റ്റാണ്. ഇവിടെ ഞാൻ നിന്നോട് വെറുതെ പറയില്ല, എൻ്റെ ജീവിതത്തിൽ ഇത്ര ടേസ്റ്റ് ഉള്ള ഇറച്ചി ഞാൻ കഴിച്ചിട്ടില്ല. ഈ മുയലിറച്ചിക്കാലും ഇവിടെ മൊയിലിറച്ചി കൊക്കയിറച്ചി കഴിച്ചാണ്ടല്ലോ, മൊയിലിറച്ചി എന്നല്ല മറ്റൊരു ഇറച്ചി നമ്മൾ കഴിക്കൂല. അത്ര ടേസ്റ്റാണ്. ഞാൻ ചായ കുടിച്ചാണ്. നീ ഒരു കാര്യം ചെയ്യും, ഇവരെയും കൂട്ടിയിട്ട് ഒരു ദിവസം വയനാട്ടിൽ പോകണം, ഒരു ട്രിപ്പ് അടിക്കാം. അടാ അത് നമുക്ക് നോക്കാം. പയ്യെ കുട്ടികളെ എവിടെ പോകണം? അത്യാവശ്യപ്പെട്ട് എവിടെ പോകണം? അതെ പയ്യ പോവല്ല, എനിക്ക് ഉമ്മച്ചിനെ കണ്ടില്ലല്ലോ 2 ദിവസമായിട്ട്. വീട്ടിൽ കച്ചറയാ. വീട്ടിലേക്ക് ഓഫീസിൽ കച്ചറാവും ഇനി വന്നില്ലെങ്കിൽ. അങ്ങനെ വിസാർ നോക്കിയിരിക്കുന്നതന്നെ. അവിടെ പോയത് ഞാൻ പറഞ്ഞ ഉമ്മയ്ക്ക് സുഖമല്ല, ആപ്പയ്ക്ക് സുഖം, കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ല നിന്നെ ഇതാണ് നിന്നെ കൊണ്ട് നടക്കണത് അല്ലേ? പിന്നെ ഇപ്പം നാവെടുത്ത് പറഞ്ഞാൽ കള്ളത്തരാവുമല്ലോ, അത് പ്രത്യേകിച്ച് പറയാനില്ല. ഓടെ നാല് ഓക്കെ നാല് കേട്ടോ. ശരി. അല്ല കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നീ കൊക്കറച്ചി കഴിച്ചിട്ടുണ്ടോ? കൊക്കറച്ചിയോ? പിന്നെ കഴിച്ചിട്ടുണ്ട്. സത്യം അടിപൊളിയല്ലേ. അച്ഛനില്ലേ ഈ മറ്റേ കാക്ക ബെൽറ്റ് ഇല്ലേ, അതുകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് കൊണ്ടുവരുവേ. തെറ്റാടി. ആ അതിന് പുള്ളി വലിക്കോ? തെറ്റാടി പിടിച്ച് വലിക്കാൻ പറ്റും. പുള്ളി വലിക്കുന്നതിന് പുള്ളി വലിക്കൂലേ? അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. അച്ഛനോട് ആരോ പറഞ്ഞേ ഈ വലിവിന് നല്ലതാന്ന് കൊക്കറച്ചി. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവരും. എന്തൊരു ടേസ്റ്റാ. എങ്ങനെ വെക്കുന്നത്? പറ്റിച്ചോ? ആ അത് അമ്മയുടെ എന്തോ ഒരു ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെ പരട്ടിയൊക്കെ ടേസ്റ്റാ. മറ്റേ ബീഫ് പോലെയൊന്നും അല്ല, ചിക്കൻ പോലെയൊന്നും അല്ല, നല്ല ടേസ്റ്റാ. പക്ഷെ അച്ഛൻ അത്ര അസുഖം മാറിയില്ല, പക്ഷെ ഞങ്ങളൊക്കെ കഴിക്കുമായിരുന്നു എല്ലാവരും. അടിപൊളിയായിരുന്നു. കണ്ടേ ചായ ഞാൻ കുടിച്ചോളാം. ഹലോ അവിടെ സുഖം തന്നെ. സുഖം തന്നെ. രാവിലെ സുഖകരമൊക്കെ അന്വേഷിക്കുന്നു. ഇല്ല പിന്നെ ഈ നീ കൊക്കറച്ചി കഴിച്ചിട്ടുണ്ടോ? കൊക്കറച്ചി നിനക്ക് രാവിലെ എന്ത് കഴിച്ചിട്ട്? അല്ല മനുഷ്യന്റെ മേലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ജീവികളെ കൊക്കിനൊക്കെ ആയ. ഇല്ല പോടാ അവിടുന്ന്. നീ കൊക്കറച്ചി കഴിച്ചിട്ടുണ്ടോ? കൊക്കറച്ചി ഞാൻ കഴിച്ചിട്ടുണ്ട്. ആണോ? ഇപ്പം നിനക്ക് പെട്ടെന്ന് എന്ത് കൊക്കറച്ചി? നല്ല ടേസ്റ്റാണ്. ആ ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ടേസ്റ്റൊക്കെ ഉണ്ട്. ആണല്ലേ? അപ്പോൾ ഇവിടെ ഫാസിൽ 2 ദിവസം മുമ്പ് വയനാട്ടിൽ പോയിരുന്നേ. എന്താ എന്താ? മാങ്ങ. ഓ മാങ്ങക്കാലായാടി? മാങ്ങക്കാലമായി. ഓ ഇത് അഴുക്ക മാങ്ങണല്ലേ? എടി അത് പേട് തേങ്ങ. എന്താ ഇവിടെ എന്നാ ചോദിച്ചേ? പേട് ഇവിടെ എന്ത് ചെയ്യാന്ന് രണ്ടുപേരും കൂടി? ഒന്നുമല്ല, ആളെ രാവിലെ വിളിച്ച് എന്റെ സുഖകരം ചോദിച്ചോണ്ടിരിക്കണം. ഞാൻ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണ്ട. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നോക്കാം. അവസാനം അടിയായിട്ട് എനിക്ക് പറ്റില്ല രണ്ടിന്റെ ഇടയിൽ കയറാൻ. നീ കയറിപ്പോ. 2 ദിവസം മുമ്പ് വയനാട്. വേറെ പേടിയുണ്ട്. ഇവളിപ്പോ പറഞ്ഞ പോലെ പറഞ്ഞു നീ വല്ല കുഴപ്പമില്ല. ചുമ്മാ ഒരു കാര്യം പറഞ്ഞല്ലോ. നീ വയനാട് അവൻ്റെ ഇവിടെ പോയി അവൻ്റെ അളിയൻ അവിടെയാണ് താമസിക്കുന്നത്. അവൻ്റെ അളി ഉപയോഗമുള്ള അളിയനാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അവൻ്റെ കൂടെ പോയപ്പോഴത്തേക്ക് അവന് നല്ല വെടിയിറച്ചിയും കപ്പയും സാധനമൊക്കെ വെച്ച് അമ്മൻ അടിച്ചു. അപ്പൊ കൊക്കറച്ചിയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത്. നല്ല രസമാണ് കൊക്കറച്ചിയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മുടെ അമ്മാവൻ്റെ അവിടെ ചീരത്തോട്ടമില്ലേ, അവിടെ ആവശ്യമില്ല കൊക്കുണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് കൊക്കറച്ചി കഴിച്ചാലെന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പോൾ അളിയന് ഈ വെടിവെക്കാൻ അറിയാമോ? വെടിവെക്കാൻ അറിയാമോ? അറിയൂടെ? നീ പാലായിൽ വന്ന് എന്നെ കുറിച്ച് അന്വേഷിക്കണം.
പാലായിൽ പാരമ്പര്യമായിട്ട് തോക്കുള്ളൊരു തറവാട്ടിലുള്ളൊരുത്തനാണ് ഞാൻ. ഞാൻ ജനിച്ചു വളർന്നപ്പോഴേ എൻ്റെ കയ്യിൽ തോക്കുന്നതെന്നാണ് എന്നെ കൊണ്ട് എൻ്റെ കളിപ്പാട്ടായിരുന്നു തോക്ക്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടല്ലോ. എൻ്റെ അപ്പച്ചൻ്റെ കൊച്ചപ്പച്ചന് തോക്കുണ്ടായിരുന്നു. ആ തോക്ക് ഇപ്പോഴും ഞങ്ങളുടെ തറവാട്ടിലുണ്ട്. അത് ശരിയാ. ഇനി മാത്രമല്ല അവിടെ ഉള്ളതിൽ ഏറ്റവും ഉന്നുള്ള ആള് ഞാൻ. എന്തോ പണ്ടേ എനിക്ക് അങ്ങനെയാണ്, ഞാൻ എന്തിലെങ്കിലും ഉന്നം വെച്ച ആ സാധനം കൊണ്ടേ മലക്കും. അതെനിക്കറിയാം. അപ്പോൾ അങ്ങനെ അവിടെ ആർക്ക് വേട്ടയ്ക്ക് പോകണമെങ്കിൽ എന്നെ വിളിക്കും. ഞാനല്ലാതെ പോലും ഒരുത്തനും നമ്മുടെ ടീമുകളെ. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു പ്രാവശ്യം നമ്മുടെ എൻ്റെ ഒരു ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ്റെ മക്കളെല്ലാം അമേരിക്കയിലാണ്. ഇവിടെ വന്നിട്ട് അതുങ്ങൾക്ക് പിള്ളേർക്ക് കൊക്കറച്ചി ഇടിയിറച്ചി തിന്നണം. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ക്ലീറ്റോ അങ്കിളെ നമുക്ക് വെടിയിറച്ചി എവിടെന്നേലും കിട്ടുമെന്ന്. എല്ലാത്തിനും കൂടി നേരെ അത് പോയി ഞങ്ങളുടെ വയലിലേക്ക് ചെന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ ആളിയ ഞാൻ നോക്കുമ്പോൾ ഒരു കൊക്ക്, നല്ല 1.5 മുഴുപ്പുള്ള ഒരു കൊക്ക് അങ്ങനെ ഇരിക്കുന്നു. തോക്കങ്ങോട്ടെടുത്ത് നേരെ ഉന്നം പിടിച്ച് ഒറ്റ വെടി, സംഗതി ചത്ത്. കൊക്ക് അത് മാത്രമല്ല, ഈ കൊക്കിനെ എടുക്കാൻ ചെന്നപ്പോൾ തൊട്ടടുത്ത് വേറൊരു കൊക്കും ചത്ത് കിടക്കുന്നു. അതല്ലേ രസമുള്ളയാ സംഗതി. ഞാൻ എടുത്തു വെച്ചിട്ട് ഉന്നം വെച്ച് വെടി വെച്ചത് ഈ കൊക്കൻ്റെ ഇവിടെ കൊണ്ടിട്ട് ഇവിടെ കൂടെ ഇപ്പുറത്ത് വന്ന് തൊട്ടപ്പുറത്തിരുന്ന കൊക്കിൻ്റെ ഇവിടെ കൊണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് 3-ാമതൊരു കൊക്കില്ലാത്തത് നന്നായി, ഇല്ലെങ്കിൽ അതും തീർന്നു. ഇതാണ് നമ്മുടെ ഉന്നം. ഇനി പാലായിൽ എന്നെ രഹസ്യമായിട്ടൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് വെടിക്കാരൻ ക്ലീറ്റോ. അത് കറക്റ്റാ, മനസ്സിലായി. എടേ എൻ്റെ വെടിയുടെ ഉന്നം എന്ന് പറഞ്ഞുണ്ടല്ലോ, അതങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ, അമ്മാവൻ്റെ വയലിലേക്ക് പോവാം. അവിടെ കൊക്കുണ്ടാവും. അളിന് വെടിവെക്കാൻ അറിയല്ലോ, അതുകൊണ്ട് ഒരു തോക്ക് ഞാൻ സംഘടിപ്പിച്ചു തരാം. എന്നിട്ട് അളിയും വെടിവെച്ചിട്ട് കൊക്കിനെ ഞാൻ വെടിവെച്ച് കൊല്ലണം അല്ലേ? കൊള്ളാം. നിന്റെ മനസ്സിരിപ്പുണ്ടല്ലോ. നീ പറഞ്ഞു വന്നപ്പോഴും ഞാൻ ഇത്രയും ചിന്തിച്ചില്ല. എടാ, ഞാൻ ആ കൊക്കിനെ വെടിവെച്ചിട്ടിട്ട് വല്ല മറ്റേ പക്ഷി സംരക്ഷണ വകുപ്പ് ആൾക്കാരോ മൃഗസംരക്ഷണ വകുപ്പ് ആൾക്കാരോ വന്ന് നേരെ എന്നെ കൊണ്ടുപോയി പൊക്കിയെടുത്ത് അകത്തിട്ടിട്ട് എൻ്റെ കൊക്കിൽ കയറ് വീഴണം അല്ലേ? നീ വിചാരിക്കണ്ട, എൻ്റെ കൊക്കിന് ജീവനെടുത്തോളം കാലം ആ കൊക്കിനെ കൊല്ലാൻ ഞാൻ നിൽക്കൂല. അത് നീ അങ്ങ് മനസ്സിൽ മാറ്റി വെച്ചോ കേട്ടാ. കൊള്ളാടാ, ഭയങ്കര ബുദ്ധിമാൻ തന്നെ. ഇനി ഞാനൊരു സത്യം പറയട്ടാ, ഈ കൊക്കറച്ചി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വാങ്ങി വെച്ച് തിന്നാൻ കൊള്ളൂല, അഴുക്ക ആണ്. പക്ഷേ നാടൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടു. നാടൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. നാടൻ ആര് സംഘടിപ്പിക്കും? ഞാൻ, അല്ലെങ്കിൽ അമ്മാവൻ. ഈ നാടനുമൊക്കെ ഉണ്ടെങ്കിൽ നാടൻ്റെ കൂടെ ടച്ചിങ്സ് ആയിട്ട് അടിക്കാൻ പറ്റിയ സാധനമാണ് കൊക്കറച്ചി. ഞാൻ ഈ തടി ഉണ്ടാക്കിയിട്ട് പിടിച്ചോണം കേട്ടല്ലോ. വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അത് അയ്യോ എടുത്തോ, പിടിച്ചോ. ഇയാളെ സഹായിച്ചോ. പിടിച്ചേ. ആരെ കൊണ്ട് തടി പിടിപ്പിക്കണം. നിന്റെ ആങ്ങളെ പെട്ടെന്ന് അമ്മാവനെ കാണുന്നു. എന്താ അമ്മാവൻ വരാറുണ്ടല്ലോ? ഇതല്ല, അമ്മാവൻ്റെ ചീരകൃഷിയൊക്കെ ഏതാണ്ട് ഇതെടുക്കാറായി. അപ്പോൾ അതുകൊണ്ട് നമുക്കൂടെ പോയി അമ്മാവനെ സഹായിക്കാം. അത് നല്ല കാര്യമല്ല, എന്നാൽ ഞങ്ങളും കൂടി വരാം. ഇതിനിപ്പം അതിനും വേണ്ടിയുള്ള ചീരയൊന്നും അവിടെ ഇല്ല. ഇപ്പം ഞാൻ നല്ല ചീര എടുത്തോണ്ട് വരാലോ. അത് ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവരാം. ഞങ്ങൾ ആണുങ്ങൾ പോയിട്ട് വരുമ്പോൾ അത് കൊണ്ടുവരാം. ഇവിടെ ഈ വീട്ടിലിരുന്ന് മടുത്ത് പുറത്തിറങ്ങിയിട്ട് എത്ര നാളായി. എന്ത് ഒന്നാലോചിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് പോകും, പിന്നെ അങ്ങോട്ട് വരും. വല്ലപ്പോഴും ഒരു ടൂർ പോയാലായി. വല്ലപ്പോഴും ഒരു ടൂർ പോകണില്ലേ? ഇങ്ങോട്ട് റേഷൻ കടയിലോട്ടോ. ഇപ്പം നിനക്ക് ഇവിടെ നിന്ന് അവിടെ പോകാനും അവിടെ നിന്ന് ഇവിടെ വരാനും ഒക്കെ പറ്റണ്ടല്ലോ. ഓരോ പെണ്ണുങ്ങൾ ഒരു വീട്ടിൽ തന്നെ ഒരു അടുക്കളയിൽ കിടക്കണവരും ഉണ്ട്. ഞങ്ങൾ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് എന്താ ശല്യം? ഞങ്ങൾ ഒരു ഇതിനും വന്നില്ലല്ലോ. അല്ല അത് നിങ്ങൾ വന്നാൽ ശരിയാവൂല. അത് കുറെ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ മാതിരി ചീരകൃഷിയുടെ അതിന്റെ അടുത്ത കൃഷിയെ കുറിച്ചും അപ്പൊ അങ്ങനെ അറിയാം. ഞങ്ങള് ചീരയും മേടിച്ചിട്ട് അമ്മാവന്റെ വീട്ടിൽ പോയി ഇരുന്നോളാന്നേ. പ്ലീസ്. നല്ല രസമായിരിക്കും. ഞങ്ങളും കൂടി വരാൻ കേട്ടോ. നിർബന്ധമുണ്ടോ വരണോ? നീ പോയി ചെന്തി അമ്മനോട് പറയട്ടെ. അല്ലാതെ ഒരു കാര്യം, നീ ഇപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം സമ്മതമാണല്ലോ. നിങ്ങൾ അമ്മാവന്റെ വീട്ടിൽ ഇരുന്നോളൂല്ലോ, വേറെ ശല്യത്തിനൊന്നും വരാതെ. ഞങ്ങള് വരണില്ലേ? അല്ലെങ്കിൽ ഞങ്ങള് ശല്യത്തിന് വരണില്ല ശല്യത്തിന് വേണ്ടില്ല. അങ്ങനെ
എപ്പോ പോകും? ഇന്ന് പോവോ നാളെ പോവോ? ആ നമുക്ക് ഉടനെ പോവാം. അന്ന് ജമന്തി ഈ ജമന്തി എന്തിന്? അവിടെ വരട്ടെ, അവളെ ബ്ലോക്കൊക്കെ ഇരുന്നിട്ട് എന്ത് കാര്യത്തിന്? ഓ ഇനി എല്ലാരും കൂടെ വാരി പറക്കിയിട്ട് പോയി. ഞാൻ ഇച്ചിരി വെള്ളം കോരിക്കൊണ്ട് വരാം, വെള്ളം തീർന്നുപോയി. ഇവളന്മാരെല്ലാം കൂടെ വന്ന് അലം പാക്കുവോ? അലം പാക്കിയാൽ കൊക്കിൻ്റെ വഴിക്ക് പോകും. അളിയൻ്റെ മോഹം അങ്ങനെ ബാക്കി നിൽക്കും. കൊക്ക് തിന്നാക്കൂല, കാക്കയും തിന്നാക്കൂല. Alien versus Alien.